AWS പഠിക്കുമ്പോൾ നമ്മൾ ഏത് നോളജോട് കൂടിയാണ് AWS പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. എവിടെ നിന്നാണ് നമ്മൾ AWS ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം പഠിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട സർവീസസ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ എൻവയോൺമെന്റിൽ എന്തൊക്കെ സർവീസസ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ സർവീസസ് ആണ്? നമുക്ക് സർവേഴ്സ് ഉണ്ട്, സ്റ്റോറേജസ് ഉണ്ട്, ഡേറ്റാബേസസ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ലെവൽ സർവീസസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ജനറലി ഉള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡ് പഠിച്ചു തുടങ്ങാം. ക്ലൗഡ് പഠിക്കുമ്പോൾ ആദ്യം ഈ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സർവീസസ് ക്ലൗഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് നെറ്റ്വർക്കിംഗ്, എന്താണ് സർവേഴ്സ്, എന്താണ് സ്റ്റോറേജ്, എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോറേജസ് ഉണ്ട് എന്നുള്ളതെല്ലാം, സെക്യൂരിറ്റി ലെവൽസ് എന്തൊക്കെയാണ്, പോളിസീസ് നമ്മൾ അപ്ലൈ ചെയ്യുക, എന്തൊക്കെ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്, ഇതെല്ലാം തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ എങ്ങനെയാണ് ക്ലൗഡിൽ ഉപയോഗിക്കുക, ഈ സർവീസസ് ക്ലൗഡിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുക, ക്ലൗഡ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലൗഡിന്റെ ഒരു ലേണിംഗ് പാത്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സർവീസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ആർക്കിടെക്റ്റിംഗ് ഓൺ AWS എന്നുള്ള ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. അപ്പോൾ ക്ലൗഡിനെ കുറിച്ച് നമ്മൾ ഏത് നോളജാണ് വേണ്ടതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡേറ്റ അനലിസ്റ്റ് ആണ്, ഡേറ്റ സയന്റിസ്റ്റ് ആണ്, അതല്ലെങ്കിൽ ഒരു ഡെവലപ്പറാണ്, നെറ്റ്വർക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ലെവൽ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്, എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം AWSന്റെ കോർ സർവീസസിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കോർ സർവീസസിനെ കുറിച്ചുള്ള ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്പെഷ്യാലിറ്റി ലെവലിലേക്കാണോ പോകേണ്ടത് അവിടേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആർക്കിടെക്റ്റിംഗ് ഓൺ AWS എന്നുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് AWSന്റെ സർവീസസ് ബെസ്റ്റ് പ്രാക്ടീസിൽ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. AWSന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി, ദെൻ സ്റ്റോറേജ്, സർവേഴ്സ്, ഇതെല്ലാം തന്നെ AWS എൻവയോൺമെന്റിൽ എങ്ങനെയാണ് റൺ ചെയ്യുക. ഇത് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതിന്റെ നോളജ് കിട്ടും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന എൻവയോൺമെന്റിൽ സ്യൂട്ടബിൾ ആകുക. അപ്പോൾ AWSന്റെ തന്നെ റെക്കമെൻഡഡ് പ്രാക്ടീസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ, ഈ സർവീസസ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ. അതായത് ഫസ്റ്റ് ലെവൽ നമ്മൾ കോർ AWSനെ കുറിച്ച് പഠിക്കുന്നു. അടുത്ത ലെവലിൽ നമ്മൾ ഈ സർവീസസ് എല്ലാം ബെസ്റ്റ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ റണ്ണിങ് ആൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ തേർഡ് ലെവൽ നോളജ് നമുക്ക് ഇപ്പോഴുള്ള ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ആർക്കിടെക്ചർ, മൈക്രോ സർവീസ് ആർക്കിടെക്ചറിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്ലൗഡിൽ എങ്ങനെ റൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർവീസസ് ക്ലൗഡിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത്രയും പഠിച്ചതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ ഹൈ അവൈലബിൾ ആയിട്ടുള്ള, റെസിലിയന്റ് ആയിട്ടുള്ള, ദെൻ ഫോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷനെ ക്ലൗഡിൽ റൺ ചെയ്യുക, ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പഠിക്കുക ആർക്കിടെക്റ്റിംഗ് ഓൺ AWS എന്നുള്ള കോഴ്സ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ആർക്കിടെക്ട് സർട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് AWSന്റെ തന്നെ അസോസിയേറ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് സൊല്യൂഷൻ ആർക്കിടെക്ട് അസോസിയേറ്റ് സർട്ടിഫിക്കേഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, ഏത് ഡൊമൈനിലേക്കാണ് നിങ്ങളുടെ ജോബ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആർക്കിടെക്റ്റിംഗ് ഓൺ AWS എന്നുള്ള കോഴ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ആർക്കിടെക്ട് സർട്ടിഫിക്കേഷൻ എടുക്കാം. സൊല്യൂഷൻ ആർക്കിടെക്ട് അസോസിയേറ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിന് ഏകദേശം $150 ആണ് വരിക, പ്ലസ് ടാക്സ്. ടോട്ടൽ $177 ആണ് വരുന്നത്. ഈ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ ഇതൊരു ഇന്റർമീഡിയറ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കമ്പനീസ് പ്രിഫർ ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ നോളജ് ഉള്ള ഒരാളിനെ ആയിരിക്കും കമ്പനീസ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ നോളജ് കിട്ടുന്ന, ഇന്റർമീഡിയറ്റ് ലെവൽ നോളജ് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് സൊല്യൂഷൻ ആർക്കിടെക്ട് അസോസിയേറ്റ് ലെവൽ സർട്ടിഫിക്കേഷൻ. ആ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ആർക്കിടെക്റ്റിംഗ് ഓൺ AWS എന്നുള്ള കോഴ്സ്. അപ്പോൾ ഇതിന് ഓഥറൈസ്ഡ് ആയിട്ടുള്ള AWSന്റെ മെന്റേഴ്സ് ആണ് ഈ കോഴ്സിനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്.